നമസ്കാരം. സഹാരി റേസ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഫാർമസ്യൂട്ടിക്സ് സെക്കൻഡിലെ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒക്കെ എക്സാമിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു തിരക്കിലും ധൃതിയിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒഫ്താൽമിക് വളരെ പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ്? നമുക്കറിയാമല്ലോ എന്താണ് ഒഫ്താൽമിക്. നമ്മുടെ കണ്ണിലേക്ക് ഒഴിക്കുന്ന എന്താണ് ലോഷനായാലും ജെല്ലായാലും ഓയിൻമെൻ്റ് ആയാലും അങ്ങനെ ഉള്ളതിന് എല്ലാത്തിൻ്റെയും ക്ലാസ് വരുന്നതാണല്ലേ. അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതിന് പറയുന്ന പേരാണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് എന്ന്. നമ്മുടെ കണ്ണിനുള്ളിലേക്ക് നമ്മളെ അപ്ലൈ ചെയ്യുന്ന ലോഷൻസ്, ഓയിൻമെൻറ്റ്, ഒക്കൂസർട്ട് അങ്ങനെ ഉള്ള പ്രോഡക്റ്റുകളെ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ച് പറയുന്ന പേരാണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ്. അപ്പം നമുക്ക് എന്തൊക്കെ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഐ പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ എന്താണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഐ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം നമ്മുടെ കണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ? നമ്മൾ മുന്നേ ഉള്ള എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ടല്ലേ, അവ എങ്ങനെയുള്ള പ്രോഡക്റ്റുകളായിരിക്കണമെന്നാണ് പറയുന്നത്. അവ സ്റ്റെറൈലായിരിക്കണം, ലിക്വിഡ്, സെമി സോളിഡ് ഓർ സോളിഡ് പ്രിപ്പറേഷൻസ് ദാറ്റ് മേ ബി കണ്ടെയ്ൻ ഓൺ അല്ലെങ്കിൽ ഓർ മോർ മെഡിക്കമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ആക്റ്റീവ് മെഡിക്കമെൻറ്റ്സ് അതിൽ ഉണ്ടായിരിക്കും. ഈ സോളിഡ് എന്ന് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. സോളിഡ് എന്ന് പറയുന്നത് വളരെ ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. വളരെ നേർത്ത മൈക്രോൺസിന്റെ അളവിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. സോളിഡ് പാർട്ടിക്കിൾസ് കണ്ണിൽ ഒഴിക്കും എന്നുള്ള ഡൗട്ട്സ് ഒന്നും വേണ്ട. അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും നമ്മുടെ കണ്ണിലേക്കുള്ളിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അവ എങ്ങനെയായിരിക്കണം? സ്റ്റെറൈൽ ആയിരിക്കണം അല്ലേ. അത് കണ്ടാമിനേറ്റഡ് ആവാൻ പാടില്ല. അത് പ്യുവർലി സ്റ്റെറൈൽ പ്രോഡക്റ്റ് ആയിരിക്കണം. പിന്നെ എങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലിക്വിഡ്, സെമി സോളിഡ് ഓർ സോളിഡ് പ്രിപ്പറേഷൻസ് ദാറ്റ് മേ കണ്ടെയ്ൻ എന്നാണ്. ചിലപ്പോൾ ഒരു മെഡിസിൻ മാത്രമായിരിക്കും കാണുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൽ ഒന്നിൽ കൂടുതൽ മെഡിസിൻസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓൺ ഓർ മോർ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അല്ലേ. പിന്നെ അത് എവിടേക്കാണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ കൺജങ്ക്റ്റൈവയിലേക്കും അല്ലെങ്കിൽ ഐലിഡ്സിൻ്റെ ഇടയിലേക്കും അല്ലേ, ഇവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കണ്ണിലേക്ക് എവിടെയാണ്? ഒന്നുകിൽ നമ്മുടെ കൺജങ്ക്റ്റൈവയ്ക്കും അല്ലെങ്കിൽ കൺജങ്ക്റ്റൈവൽ സാക്കിലും ഓർ ദ ഐലിഡ്സിലും. ഓക്കെ, എവിടേക്കാണ്? കൺജങ്ക്റ്റൈവ, കൺജങ്ക്റ്റൈവൽ സാക്ക് ഓർ ദ ഐലിഡ്സ്. ഇത്രയും സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രിപ്പറേഷൻസിനെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ അടുത്ത പോയിന്റ് നോക്കൂ. ഓക്യുലാർ പ്രോഡക്ട്സ് മസ്റ്റ് ബി സ്റ്റെറൈൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അവ എന്തായിരിക്കണം? സ്റ്റെറൈൽ ആയിരിക്കണം. അതുപോലെ ക്ലിയർ ആയിരിക്കണം. നമുക്കറിയാം, നിങ്ങൾ ചില ഇമൾഷൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറച്ച് ആ ഒരു കളറിൽ തന്നെ ആയിരിക്കും. അല്ലാത്ത എല്ലാ ഐ ഡ്രോപ്സും വളരെ ക്ലിയർ ആയിട്ടുള്ള ഡ്രോപ്സുകളായിരിക്കും അല്ലേ. നമ്മൾ ഈ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കാണാം വളരെ ക്ലിയർ ആയിട്ടുള്ള ഡ്രോപ്സുകളായിരിക്കണം. അവ എന്തായിരിക്കണം? അത് സ്റ്റെറൈലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലേ. നമ്മുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണല്ലേ, നല്ല രീതിയിൽ നമുക്ക് ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലവും കൂടെയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കണം? ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഐ ഡ്രോപ്സ് മസ്റ്റായിട്ടും വേണ്ടത്. അത് സ്റ്റെറൈലായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. മൾട്ടി ഡോസ് പ്രോഡക്ട്സ് നീഡ് ടു ബി ആഡഡ് വിത്ത് എ സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്. സിംഗിൾ ഡോസും ഉണ്ട്, മൾട്ടി ഡോസും ഉണ്ട് അല്ലേ. നമുക്ക് കുറച്ച് ദിവസം വച്ചിരുന്ന് അല്ലെങ്കിൽ ഒരാഴ്ച പീരീഡ് അല്ലെങ്കിൽ ഒരു മന്ത് അല്ലെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആരെ ആഡ് ചെയ്യണം? ഈ പ്രിസർവേറ്റീവ്സിനെ ആഡ് ചെയ്യണം അല്ലേ. നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിലുള്ള pH മെയിൻറ്റെയിൻ ചെയ്യണം, ഐസോട്ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട് നമ്മുടെ കണ്ണിലേക്ക്. നമ്മുടെ ലാക്രിമൽ സൊല്യൂഷൻ്റെ സെയിം pH ആയിരിക്കണം, പിന്നെ അത് ഐസോട്ടോണിക് ആയിരിക്കണം. അപ്പം നമ്മുടെ കണ്ണിനുള്ളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും സൃഷ്ടിക്കാതിരിക്കണം. അപ്പം ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ അതിൻ്റെ കുറേ ഫോംസ് ആണ്. എങ്ങനെയുള്ള ഫോംസിലാണ്, ഏതൊക്കെ ഡോസേജ് ഫോംസിലാണ് അത് അവൈലബിൾ ആയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ, അത് ഏതൊക്കെയാണ്? ടോപ്പിക്കൽ ഒഫ്താൽമിക് പ്രോഡക്ട്സ്. ടോപ്പിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒഫ്താൽമിക് പ്രോഡക്ട്സ് ഏതാണ് ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്നത്? ഐ ഡ്രോപ്സ്, ഐ ഇമൾഷൻ, ഐ ലോഷൻ, ഐ ഓയിൻമെൻറ്റ്സ്, ഇൻസ്റ്റു ജെൽ, ഒക്കൂസെർട്ട്,
ഐ സസ്പെൻഷൻസ്, കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ്, ഇതെല്ലാമാണ് എന്താണ് നമ്മൾ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്നതാണ്. ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന ഡോസേജ് ഫോംസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ ഡ്രോപ്സ്, ഐ ഇമൾഷൻ, ഐ ലോഷൻ, ഐ ഓയിൻമെന്റ്, ഇൻസിറ്റു ജെൽ, ഒക്കൂസെറ്റ്, ഐ സസ്പെൻഷൻ, കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ, ഇതെല്ലാമാണ് നമ്മൾ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഏതാണ്? നമ്മുടെ ഇൻട്രാ ഓക്കുലർ ഡ്രഗ് ഡെലിവറി ആണ്. അപ്പൊ അതേതാണ് നോക്കൂ. ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഇംപ്ലാന്റ്സ് ഉണ്ട്, ഇഞ്ചക്ഷൻസും ഇംപ്ലാന്റ്സും ഒക്കെയാണ് എന്താണ് നമ്മുടെ ഇൻട്രാ ഓക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ വരുന്നത്. അതില് ഇറിഗേഷൻ സൊല്യൂഷൻസ് ആൻഡ് വിസ്കോ ഇലാസ്റ്റിക് ജെൽസ് ആർ യൂസ്ഡ് ഇൻ ഒഫ്താൽമിക് സർജറി. ആ ഇഞ്ചക്ഷൻസിന്റെ ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇറിഗേഷൻ സൊല്യൂഷനും അതുപോലെ തന്നെ വിസ്കോ ഇലാസ്റ്റിക് ജെൽസ് യൂസ്ഡ് ഇൻ ഒഫ്താൽമിക് സർജറിയിൽ ഉപയോഗിക്കുന്ന ഇറിഗേഷൻ സൊല്യൂഷനും അതുപോലെ തന്നെ വിസ്കോ ഇലാസ്റ്റിക് ജെല്ലും ആണ് എന്താണ് നമ്മുടെ ഇഞ്ചക്ഷൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നോക്കൂ. മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഒഫ്താൽമിക് സൊല്യൂഷൻ. ഒഫ്താൽമിക് സൊല്യൂഷന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലേ നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്തെങ്കിലും ഒരു പുറമേ നിന്ന് ഒരു പാർട്ടിക്കിൾസ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ലാക്രിമൽ സെക്രീഷന്റെ എന്ത് ചെയ്യും, അളവ് പൊതുവെ കൂടും. ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരുപാട് കണ്ണിനീര് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒഴിക്കുന്ന സൊല്യൂഷൻ എന്ത് ചെയ്യും, ഈ കണ്ണിനീരിൻ്റെ കൂടെ പുറത്തേക്ക് ഒഴുകി പോവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഒഫ്താൽമിക് സൊല്യൂഷൻ. ആരുടെ ഡിസഡ്വാൻറ്റേജ് ആണ്? ഒഫ്താൽമിക് സൊല്യൂഷന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. The rapid loss of administered drugs due to the blinking of the eye. എന്താണ് നമ്മൾ ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണ് എന്ത് ചെയ്യും, ബ്ലിങ്ക് ചെയ്യും അല്ലേ, നമ്മളെ കണ്ണ് ചിമ്മും. ആ ചിമ്മുന്ന സമയത്തും ആൻഡ് ദ ഫ്ലഷിംഗ് എഫക്റ്റ് ഓഫ് ലാക്രിമൽ ഫ്ലൂയിഡ്സ്. അതുപോലെ എന്ത് ചെയ്യും, നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡ്സ് കുറച്ച് അധികം സെക്രീറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ പുറമേ നിന്നൊരു നമുക്ക് തന്നെ അറിയാം, ഒരു ചെറിയൊരു പൊടി തന്നെ നമ്മുടെ കണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒത്തിരിയും വെള്ളം വരുന്നൊരു സ്റ്റേജ് വരും. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഒഴിക്കുന്ന സൊല്യൂഷനും നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡിന്റെ ഒരു ഓവർ പ്രൊഡക്ഷനും കാരണം എന്ത് ചെയ്യും, ഈ സൊല്യൂഷൻ കറക്റ്റായിട്ട് കണ്ണിനുള്ളിൽ നിൽക്കാതെ പുറത്തേക്ക് ഒഴുകിപ്പോകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഒഫ്താൽമിക് സൊല്യൂഷൻ ഈസ് ദ റാപ്പിഡ് ലോസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റഡ് ഡ്രഗ്സ് ഡ്യൂ ടു ദ ബ്ലിങ്കിങ് ഓഫ് ദ ഐ ആൻഡ് ദ ഫ്ലഷിംഗ് എഫക്റ്റ് ഓഫ് ലാക്രിമൽ ഫ്ലൂയിഡ്. ദിസ് മേ ബി അക്കംപ്ലിഷ്ഡ് ബൈ എന്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഒഫ്താൽമിക് സസ്പെൻഷൻ വച്ചിട്ടാണ് നമ്മൾ അതിനെ ആ ഒരു ലോസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മെഡിസിൻസ് നമ്മുടെ കണ്ണിനുള്ളിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ഈ സൊല്യൂഷനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആരാണ്? സസ്പെൻഷൻ ആണ് കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒഫ്താൽമിക് സസ്പെൻഷൻ ആണ് സൊല്യൂഷനേക്കാളും കുറച്ചുകൂടെ നമ്മുടെ കണ്ണിനുള്ളിൽ കുറച്ചുകൂടെ സമയം അതിന്റെ ആ മെഡിസിന്റെ കോണ്ടാക്ട് നിലനിർത്താൻ ഒഫ്താൽമിക് സൊല്യൂഷനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഒഫ്താൽമിക് സസ്പെൻഷൻ ആണ്. അതുകൊണ്ടാണ് അത് സൊല്യൂഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്നുള്ളതാണ് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Use of viscosity enhancer by ophthalmic suspension in which the drugs particles slowly dissolve. ഇവിടെ എന്തായിരിക്കും, ഡ്രഗ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ പതുക്കെ ആയിരിക്കും ഡിസോൾവ് ആവുന്നത്. ഓക്കെ. ഇവിടെ ഈ സസ്പെൻഷന്റെ കേസിൽ ഡ്രഗ് പാർട്ടിക്കിൾസ് വളരെ പതുക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസോൾവ് ആവുന്നത്. അപ്പൊ അത് നമ്മുടെ കണ്ണിനുള്ളിൽ കുറച്ചധികം സമയം നിലനിൽക്കും. അപ്പൊ അതിന്റെ മെഡിസിന്റെ ആക്ഷൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ നേരം നിൽക്കും. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിനൽ ആക്ഷനും നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് ഒഫ്താൽമിക് ഓയിൻമെന്റ്സ്, ഒഫ്താൽമിക് ഇൻസേർട്ട്. അടുത്ത നമുക്ക് നോക്കാം ഐ ഡ്രോപ്സ്. ഐ ഡ്രോപ്സ് എന്താണ്? ഒഫ്താലിക് ഡ്രോപ്സ് അല്ലെങ്കിൽ ഐ ഡ്രോപ്സ് ആർ സ്റ്റെറൈൽ, അക്വസ് ഓർ ഓയിലി സൊല്യൂഷൻസ്. അവ എങ്ങനെയാണ്? സ്റ്റെറൈൽ, അക്വസ് ഓർ ഓയിലി സൊല്യൂഷൻസ്, സസ്പെൻഷൻസ് ഓർ ഇമൾഷൻസ്. ഏതൊക്കെയാണ്? ഒത്തിരിയും ടൈപ്പ് ഉണ്ട്. എന്താണ് ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയായിട്ട്? സ്റ്റെറൈൽ, അക്വസ്,
or solutions, suspensions or emulsion intended for installation into the conjunctival sac. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഐ ഡ്രോപ്സ് എന്നാൽ എന്താണ്? അത് സ്റ്റെറൈൽ അക്യൂസ് പ്രിപ്പറേഷൻസ് ആയിരിക്കണം. അത് ഏതൊക്കെ ഫോമിലായിരിക്കണം? സൊല്യൂഷൻ, സസ്പെൻഷൻ, എമൾഷൻ, ആ ഒരു ഫോമിലേക്കാണ്. അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ കൺജങ്ക്റ്റൈവൽ സാക്കിനുള്ളിലേക്കാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രിസർവേറ്റീവോ അല്ലെങ്കിൽ ബാക്ടീരിയസൈഡോ എന്തെങ്കിലും അപ്ലൈ ചെയ്യും. ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ഷുഡ് ബി പ്രിസർവ് വിത്ത് എ സ്യൂട്ടബിൾ ബാക്ടീരിയസൈഡ്. എന്താണ്? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ടീരിയസൈഡ്, അതിലൊരു കണ്ടാമിനേഷനും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ഓക്കെ, നമുക്കറിയാം അത് ഡ്രോപ്പ് ഒഴിക്കുന്ന സമയത്ത് അത് അറ്റ്മോസ്ഫിയറുമായിട്ട് ടച്ച് വരുമല്ലേ, എന്നിട്ടാണ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ മൾട്ടി ഡോസ് ആണെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? അടച്ചു വെക്കും. ആ ടൈമിൽ നമുക്ക് അവിടെ യാതൊരുവിധ കണ്ടാമിനേഷനും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ടീരിയസൈഡ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തതാണ് പൗഡേർഡ് ഫോർ സൊല്യൂഷൻസ്. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, വളരെ ഫൈൻ പൗഡേഴ്സ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. പൗഡേഴ്സ് ഫോർ സൊല്യൂഷൻസ്, ഡ്രഗ്സ് ദാറ്റ് ഹാവ് വെരി ലിമിറ്റഡ് സ്റ്റെബിലിറ്റി ഇൻ അക്യൂസ് സൊല്യൂഷൻസ്. ചില ഡ്രഗ്സുകൾക്ക് എന്തായിരിക്കും? ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയേ ഉണ്ടാവുള്ളൂ. എവിടെയാണ്? നമ്മുടെ അക്യൂസ് സൊല്യൂഷനിൽ ചില ഡ്രഗ്സുകൾക്ക് ലിമിറ്റഡ് സ്റ്റെബിലിറ്റി മാത്രമേ കാണുള്ളൂ. അവിടെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? അക്യൂസ് സൊല്യൂഷനിൽ കുറവായിരിക്കും. ക്യാൻ സംടൈംസ് ബി പ്രിപ്പയർഡ് ആസ് സ്റ്റെറൈൽ പൗഡർ ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെറൈൽ പൗഡേഴ്സിന് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യും? അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ പൗഡറിനെ എന്ത് ചെയ്യും? നമ്മുടെ സൊല്യൂഷൻ ആക്കി മാറ്റി അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അത് ആരാണ് പിന്നെ ആ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ ഫാർമസിസ്റ്റ് ബിഫോർ ഡിസ്പെൻസിങ് ദ പേഷ്യൻസ്. ആരാണ് അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റ് ആയിരിക്കണം, പേഷ്യൻസ് ആയിരിക്കണം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കുറച്ച് സ്റ്റെറൈൽ ആയിട്ടുള്ള അസെപ്റ്റിക് കണ്ടീഷനിലായിരിക്കും അത് ചെയ്യേണ്ടത്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കണ്ടീഷനിൽ നമ്മുടെ ഫാർമസിസ്റ്റ് തന്നെ ആയിരിക്കണം ഇതിനെ ഒരു റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പേഷ്യന്റിന് കൊടുക്കേണ്ടത്. ഓക്കെ, ഡ്രഗ്സ് ദാറ്റ് ഹാവ് വെരി ലിമിറ്റഡ് സ്റ്റെബിലിറ്റി ഇൻ അക്യൂസ് സൊല്യൂഷൻസ് ക്യാൻ സംടൈം ബി പ്രിപ്പയർഡ് ആസ് സ്റ്റെറൈൽ പ്രോഡക്ട്സ് ഫോർ എ റീകോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ ഫാർമസിസ്റ്റ് ബിഫോർ ഡിസ്പെൻസിങ് ടു ദ പേഷ്യൻസിന് കൊടുക്കുന്നതിന് മുമ്പ് ഫാർമസിസ്റ്റിന് അത് എന്ത് ചെയ്യും? റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. The sterile powder should be aseptically reconstituted with the accompanying sterile diluents. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഡൈലുവൻസ് അവിടെ ആഡ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻസ് വളരെ സ്റ്റെറൈൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കാം, ഐ സസ്പെൻഷൻസ്. സസ്പെൻഷൻസ് ആർ ഡിസ്പേഷൻ ഓഫ് ഫൈനലി ഡിവൈഡഡ് റിലേറ്റീവ്ലി ഇൻസോലുബിൾ ഡ്രഗ് സബ്സ്റ്റൻസ് ഇൻ എ അക്യൂസ് വെഹിക്കിൾസ്. നമുക്കറിയാലേ സസ്പെൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എങ്ങനെയാണ് രണ്ട് ഇൻസോലുബിൾ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നതിനാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? സസ്പെൻഷൻ ആർ ഡിസ്പേഷൻ ഓഫ് ഫൈനലി ഡിവൈഡഡ് റിലേറ്റീവ്ലി ഇൻസോലുബിൾ ഡ്രഗ് സബ്സ്റ്റൻസ് ഇൻ ആൻ aqueous vehicle containing suitable suspending and dispersing agent. അവിടെ എന്താണ്? നമ്മൾ ഈ സസ്പെൻഷൻ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഡിങ് ഏജന്റുകൾ വേണം, സ്യൂട്ടബിൾ സസ്പെൻഡിങ് ഏജന്റ് വേണം. അതുപോലെ തന്നെ ഡിസ്പേഴ്സിങ് ഏജന്റും അവിടെ ആവശ്യമാണ്, അല്ലേ? രണ്ട് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഒരുമിച്ച് അക്യൂസ് സൊല്യൂഷനിൽ മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആരെയൊക്കെ ആഡ് ചെയ്യും? സ്യൂട്ടബിൾ സസ്പെൻഡിങ് ഏജന്റിനെയും അതുപോലെ ഡിസ്പേഴ്സിങ് ഏജന്റിനെയും നമ്മൾ അവിടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതാണ് സസ്പെൻഷൻസ് ആർ ഡിസ്പേർഷൻ ഓഫ് ഫൈനലി ഡിവൈഡഡ് റിലേറ്റീവ്ലി ഇൻസോല്യൂബിൾ ഡ്രഗ്സ്
അവിടെ ഇൻസോല്യുബിൾ ഡ്രഗ് സബ്സ്റ്റൻസ് ആണ് ഇൻ ആൻ അക്വസ് വെഹിക്കിൾ കണ്ടെയ്നിങ് സ്യൂട്ടബിൾ സസ്പെൻഡിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഏജന്റ്. അവിടെ നോക്കൂ, ദ പാർട്ടിക്കിൾ സൈസ് ഷുഡ് ബി ലെസ് ദാൻ 10 മൈക്രോൺസ് ടു അവോയ്ഡ് ദ ഇറിറ്റേഷൻസ്. അവിടെ എന്താണ് പാർട്ടിക്കിൾ സൈസ് എത്രയാണ്? ലെസ് ദാൻ ദ 10 മൈക്രോൺ. 10 മൈക്രോണിൽ താഴെ ആയിരിക്കണം. അത് അതിന് മുകളിലേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും? അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിനുള്ളിൽ ഒരു ഇറിറ്റേഷൻ ഫോം ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ പാർട്ടിക്കിൾ സൈസ് എന്തായിരിക്കണം? ലെസ് ദാൻ 10 മൈക്രോൺസ്. അവോയ്ഡ് ദ ഇറിറ്റേഷൻസ്. ഇറിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ പാർട്ടിക്കിൾ സൈസ് 10 മൈക്രോണിന് താഴെ ആയിരിക്കണം. ഓക്കെ. ഇറ്റ് മസ്റ്റ് ആൾസോ കണ്ടെയ്ൻ എന്താണ്? നമ്മൾക്ക് അറിയാലേ, നമ്മൾ ചില പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ ചില ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ എല്ലാം വാങ്ങുന്ന സമയത്ത്, അവിടെ ചില മെഡിസിൻസ് വാങ്ങുന്ന സമയത്ത് അതിൽ എന്തുണ്ടാവും? ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് ഉണ്ടാവും. അപ്പൊ ആ സസ്പെൻഷനിലും എന്തുണ്ടായിരിക്കും? ഈ ഷേക്ക് വെൽ ബിഫോർ യൂസ് അല്ലെങ്കിൽ എന്നൊരു ലേബല് മസ്റ്റ് ആയിട്ടും ഈ സസ്പെൻഷന്റെ പുറത്ത് ഉണ്ടായിരിക്കും. അത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതിന്റെ കേസിൽ? സസ്പെൻഷന്റെ കേസിൽ. ഓക്കെ. എങ്കിലാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോസേജ് നമ്മുടെ പേഷ്യൻസിന് കിട്ടത്തുള്ളൂ അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ പുറത്ത് കറക്റ്റ് ആയിട്ടും സസ്പെൻഷന്റെ പുറത്ത് എന്ത് ഐ സസ്പെൻഷന്റെ പുറത്ത് ഷേക്ക് വെൽ എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലേബലിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു സ്റ്റീറോയിഡ്സ് ആണ്. സ്റ്റീറോയിഡ്സുകളാണ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ. അതിന് അടുത്ത നോക്കാം ഐ ഇമൾഷൻ. ഇവിടെ നോക്കൂ, ഒഫ്താൽമിക് ഇമൾഷൻസ് ആർ ജനറലി ഡിസ്പേർഷൻ ഓഫ് ഓയിലി ഡ്രോപ്ലെറ്റ് ഇൻ ആൻ അക്വസ് ഫേസ്. എന്താണ് ഓയിലി ഡ്രോപ്ലെറ്റ്? എവിടെയാണ്? ഒരു അക്വസ് ഫേസിലാണ് ഡിസ്പേഴ്സ് ആയിട്ടുള്ളത്. ഐ ഇമൾഷനിൽ എന്താണ്? ഐ ഇമൾഷനിൽ ഓയിലി ഡ്രോപ്ലെറ്റ്സ് എവിടെ ഡിസ്പേർഷൻ നടക്കുന്നു? അക്വസ് ഫേസിലാണ് അതിന്റെ ഡിസ്പേർഷൻ നടക്കുന്നത്. അങ്ങനെയുള്ള പ്രോഡക്ട്സുകളാണ് എന്താണ്? ഐ ഇമൾഷൻ. ഓക്കെ. ദ ഡ്രഗ് ഈ ഡിസോൾവ്ഡ് ഇൻ എ നോൺ അക്വസ് വെഹിക്കിൾസ്. ഇവിടെ എന്താണ്? ഡ്രഗ്സ് ഒരു നോൺ അക്വസ് വെഹിക്കിൾ ആണെങ്കിലാണ് ഡിസോൾവ് ആവുന്നത്. ഡ്രഗ്സ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ നോൺ അക്വസ് വെഹിക്കിൾ സച്ച് ആസ് കാസ്റ്റർ ഓയിൽ ആൻഡ് ഇമൾസിഫൈഡ് വിത്ത് വാട്ടർ യൂസിങ് നോൺ അയോണിക് സർഫാക്റ്റന്റ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്ക്. ഡ്രഗ്സ് എവിടെയാണ് ഡിസോൾവ് ചെയ്യുന്നത്? നോൺ അക്വസ് വെഹിക്കിളിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ഏതാണ്? കാസ്റ്റർ ഓയിൽ ആൻഡ് ഇമൾസിഫൈഡ് വിത്ത് വാട്ടർ യൂസിങ് എ നോൺ അയോണിക് സർഫാക്റ്റന്റ്. അവിടെ എന്ത് ചെയ്യും? ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു നോൺ അയോണിക് സർഫാക്റ്റന്റ് തന്നെ ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന വെഹിക്കിൾ എന്താണ്? നോൺ അയോണിക് വെഹിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ അപ്പം ഇവിടെ എന്ത് തന്നെ ഉപയോഗിക്കും? ഒരു നോൺ അയോണിക് സർഫാക്റ്റന്റ് തന്നെ ഈ ഐ ഇമൾഷന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. ഓക്കെ. The drugs dissolved in a non-aqueous vehicle such as castor oil and the emulsified with water. പിന്നെ അതെന്ത് ചെയ്യും? ഇമൾസിഫൈഡ് വിത്ത് വാട്ടർ യൂസിങ് നോൺ അയോണിക് സർഫാക്റ്റന്റ്. അവിടെ നോൺ അയോണിക് സർഫാക്റ്റന്റ് തന്നെ ഉപയോഗിക്കുകയും ചെയ്യും. അത് അതിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സൈക്ലോസ്പോറിൻ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്രോണിക് ഡ്രൈ ഐ കണ്ടീഷൻസ്. നമ്മുടെ കണ്ണ് വളരെയധികം ഡ്രൈ ആയിരിക്കുന്ന സമയത്ത്, ഒരു വാട്ടറിന്റെ യാതൊരുവിധ പ്രസൻസും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ ഏത് ഐ ഡ്രോപ്സാണ് ഉപയോഗിക്കുന്നത്? സൈക്ലോസ്പോറിൻ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്രോണിക് ഐ കണ്ടീഷൻസ്. അവിടെയാണ് നമ്മൾ ഐ ഇമൾഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്തതാണ് ഐ ലോഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഐ ലോഷന്റെ ഡിസഡ്വാൻറ്റേജ് കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു. കുറച്ച് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു ഐ ലോഷൻസിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്ന്. നമ്മുടെ ലാക്രിമൽ സെക്രീഷൻസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്തും ഈ ഐ ലോഷൻസ് പുറത്തേക്ക് പോവാൻ ചാൻസ് ഉണ്ട് അല്ലേ. പുറത്തേക്ക് ഒഴുകി പോവാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു പഠിച്ചു? ഐ ഇമൾഷൻസ് ആണ്, അല്ലെങ്കിൽ ഐ സസ്പെൻഷൻസ് ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഐ ലോഷൻസ് ആർ സ്റ്റെറൈൽ അക്വസ് സൊല്യൂഷൻസ്. എല്ലാ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസും സ്റ്റെറൈൽ ആയിരിക്കണം അല്ലെ. സ്റ്റെറൈൽ അക്വസ് സൊല്യൂഷൻസ് ആണ്. ഐ ലോഷൻസ് ആർ സ്റ്റെറൈൽ അക്വസ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ വാഷിംഗ് ഓഫ് ഐ. അതെന്തിനാണ്? നമ്മുടെ കണ്ണൊന്ന് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഉപയോഗിക്കുന്നത്.
ദ ലോഷൻസ് ആർ സപ്ലൈഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഫോം. അതെന്താണ്? ആ ലോഷൻസ് ഏത് ഫോമിലായിരിക്കും ഉള്ളത്? അതിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിലായിരിക്കും ഉള്ളത്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിനെ എന്ത് ചെയ്യണം? ചെറുതായിട്ടുള്ള ഒരു വാം വാട്ടർ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ അതിനെ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദ ഐ ലോഷൻസ് ആർ സപ്ലൈഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഫോം. അത് ഏത് ഫോമിലാണ് സപ്ലൈ ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ആർ റിക്വയർഡ് ടു ബി ഡൈലൂട്ടഡ് വിത്ത് വാം വാട്ടർ. എന്താണ്? അതിനെ ഏതിലേക്ക്? വാം വാട്ടറിലേക്ക്, ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡൈല്യൂട്ട് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി ബിഫോർ യൂസ്. എന്താണ്? പെട്ടെന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അത് ഒഴിച്ച് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണ് വാഷ് ചെയ്ത് എടുക്കും. They are usually applied with a clean eye bath or sterilized fabric dressings. ഏതിനൊക്കെയാണ്? നമ്മുടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ കണ്ണ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലീൻ ഐ ബാത്ത് ഓർ സ്റ്റെറിലൈസ്ഡ് ഫാബ്രിക് ഡ്രസ്സിങ്ങിന്. സ്റ്റെറിലൈസ്ഡ് ഫാബ്രിക് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഐ ലോഷൻസ് ഉപയോഗിക്കുന്നത്. They are required to be prepared fresh and should be stored for more than 2 days to avoid the microbial attack. അപ്പൊ അതെന്തായിരിക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തിനാണ്? അതിൽ മൈക്രോബിയൽ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ ഒരുപാട് സമയം വച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിലൊരു നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് ചേർന്നിട്ട് ഒരു മൈക്രോബിയൽ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്താണ്? ആ പോയിന്റാ പറഞ്ഞിരിക്കുന്നത്. ദേ ആർ റിക്വയർഡ് ടു ബി പ്രിപ്പയർഡ് ഫ്രഷ് ആൻഡ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് മോർ ദാൻ 2 days. എന്താണ്? 2 ദിവസത്തിൽ മുകളിൽ അതെന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റോർ ചെയ്യാൻ പാടില്ല. എന്ത് പറ്റും? അവിടെ ഒരു മൈക്രോബിയൽ അറ്റാക്ക് ഉണ്ടാവും. അപ്പം അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മളത് ഉപയോഗിക്കണം. വിത്തിൻ 2 days തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നില്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിത്തിൻ 2 days തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഉപയോഗിക്കണം. അടുത്തതാണ് ഐ ഓയിൻമെന്റ്സ്. ഐ ഓയിൻമെന്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ള കാര്യം, അതെല്ലാം ചെറിയ ചെറിയ ട്യൂബ്സുകളാണ് അല്ലെ? മിക്കതും ഐ ഓയിൻമെന്റ്സ് ഒരു 5 grams ട്യൂബ്സുകളാണ് വരുന്നത് അല്ലേ? ഒരു 5 grams ഒക്കെ കാണത്തുള്ളൂ. മിക്കതും ചെറിയതാണ്. എന്താണ്? ഒരുപാട് വലിയ ട്യൂബ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു 5 grams എന്തൊക്കെ വരുന്ന ഇതെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പം നോക്കാം. അപ്പം ഐ ഓയിൻമെന്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് തന്നെ അറിയാമല്ലേ, അത് കുറച്ച് തിക്ക് ഫോം ആണല്ലേ? കുറച്ചുകൂടെ ഒരു തിക്ക് ഫോം ആണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് നേരം എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യും? അതിന്റെ പ്രസൻസ് ഉണ്ടാവും. ഒഫ്താൽമിക് ഓയിൻമെന്റ്സ് ആർ സ്റ്റെറൈൽ, ഹോമോജിനസ്, സെമി സോളിഡ് പ്രിപ്പറേഷൻസ്. അവ എന്തായിരിക്കണം? സ്റ്റെറൈൽ ആയിരിക്കണം, ഹോമോജിനസ് ആയിരിക്കണം, സെമി സോളിഡ് പ്രിപ്പറേഷൻസ് ആണ്. ഇന്റൻഡഡ് ഫോർ ദ ആപ്ലിക്കേഷൻ ടു ദ കൺജന്റൈവ ഓർ ദ ഐലിഡ്. എവിടെയൊക്കെയാണ്? കൺജന്റൈവയിലും ഐലിഡിലും ആണ് എന്ത് ചെയ്യുന്നത്? അത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഐ ഓയിൻമെന്റ്സ് എങ്ങനെയായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കണം, ഹോമോജിനസ് ആയിരിക്കണം, സെമി സോളിഡ് പ്രിപ്പറേഷൻ ആയിരിക്കണം. പിന്നെ ഇത് എവിടെയാണ് ഇന്റന്റ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത്? കൺജന്റൈവ ഓർ ദ ഐലിഡ്സ്. ഒന്നിൽ കൺജന്റൈവയിലും അതുപോലെ തന്നെ നമ്മുടെ ഐലിഡ്സിലുമാണ് അത് അപ്ലൈ ചെയ്യുന്നത്. The ointment possesses the advantage of longer contact with and better drug bioavailability. അവിടെ എന്ത് ചെയ്യും? ഇതിനുള്ളത് നമ്മൾ കുറച്ച് സെമി സോളിഡ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ എന്താണ്? കുറച്ച് നേരം നമ്മുടെ കണ്ണിനുള്ളിൽ അത് നിലനിൽക്കും. അതാണ് പറഞ്ഞത് ലോങ്ങർ കോണ്ടാക്ട് ടൈം. എന്ത് ചെയ്യും? കുറച്ച് അധികം സമയം നമ്മളെ കണ്ണിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ബയോ അവൈലബിലിറ്റിയും അതിന് ഉണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒക്കെ ഒരുപാട് സമയം നമ്മുടെ കണ്ണിനുള്ളിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെന്തുണ്ട്? ബെറ്റർ ഡ്രഗ് ബയോ അവൈലബിലിറ്റിയും ഉണ്ട്. പിന്നെ യൂഷ്വലി അഡ്മിനിസ്ട്രേറ്റഡ് അറ്റ് ദ ബെഡ് ടൈം. എന്താണ്? കൂടുതലും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെഡ് ടൈം, കിടക്കുന്ന സമയത്താണ് അത് കൂടുതലായി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഐ ഓയിൻമെന്റ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. ഒഫ്താൽമിക് ഓയിൻമെന്റ്സ് ആർ പ്രൈമർലി അൺഹൈഡ്രസ് ആൻഡ് കണ്ടെയ്ൻ മിനറൽ ഓയിൽസ് ആൻഡ് യെല്ലോ പെട്രോലാക്ടംസ്. അതിൽ മെയിനായിട്ട് എന്തൊക്കെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് ഒരു അൺഹൈഡ്രസ് ഫോം ആയിരിക്കും അല്ലേ? അൺഹൈഡ്രസ് ഫോം ആയിരിക്കും. കണ്ടെയ്ൻസ് എന്തൊക്കെ കാണും അതിൻ്റെ അകത്ത്? മിനറൽ ഓയിൽ കാണും. അതുപോലെ തന്നെ യെല്ലോ പെട്രോലാക്ടം അല്ലെങ്കിൽ യെല്ലോ സോഫ്റ്റ് പാരഫിൻ. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് മെയിൻലി എന്തായിരിക്കും? അൺഹൈഡ്രസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണും? മിനറൽ ഓയിൽ കാണും. അതുപോലെ തന്നെ യെല്ലോ പെട്രോലാക്ടം അല്ലെങ്കിൽ യെല്ലോ സോഫ്റ്റ് പാരഫിനും ഏതിൻ്റെ അകത്ത് ഉണ്ടാവും? ഈ ഐ ഓയിൻമെന്റ്സിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ഒന്ന് മിനറൽ ഓയിൽ ആൻഡ് യെല്ലോ പെട്രോലാക്ടം.
ആസ് ദ ബേസിക് ഇൻഗ്രീഡിയൻസ്. ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഏതാണ്? മിനറൽ ഓയിലും അതുപോലെ തന്നെ യെല്ലോ പെട്രോലാക്ടോമാണ് അതിനാണ് ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. The anhydrous nature of the base enable it to use for the moisture sensitive drugs. അപ്പോൾ അത് എന്താണ് ഈ അൺഹൈഡ്രസ് നേച്ചർ എന്ന് പറയുന്നത്? മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സുകളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അന്തരീക്ഷത്തിൽ പിന്നെ യാതൊരുവിധ മോയ്സ്ചറിനെയും ഇത് എന്ത് ചെയ്യാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. അപ്പം അതോടെ ഈ ദ അൺഹൈഡ്രസ് നേച്ചർ ഓഫ് ദ ബേസ് ഇനേബിൾ ടു യൂസ് ഇറ്റ്സ് ഫോർ മോയ്സ്ചർ സെൻസിറ്റീവ് ഡ്രഗ്സ്. അത് മോയ്സ്ചർ സെൻസിറ്റീവ് ആയിരിക്കും. The petrolatum base can be made more immiscible with aqueous component by the addition of liquid lanolin. ഏതിന്റെ അഡീഷനിലാണ് ഈ പെട്രോലാക്ടം ബേസിനെ മിസിബിൾ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ലനോളിന്റെ പ്രസൻസിലാണ്. വൂൾ ഫാറ്റ് ഹെൽപ്പ് ഇൻ ഇമൾസിഫിക്കേഷൻ ഓഫ് ദ സൊല്യൂഷൻസ് ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഈ വൂൾ ഫാക്ട് നമ്മൾ അല്ലെങ്കിൽ ലിക്വിഡ് ലനോളിൻ അല്ലെങ്കിൽ വൂൾ ഫാക്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൂൾ ഫാറ്റ് ഹെൽപ്പ് ദ ഇമൾസിഫിക്കേഷൻ ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഒന്ന് അതിന്റെ ഇമൾസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷന്റെ ഇമൾസിഫിക്കേഷന് വേണ്ടിയിട്ടും, രണ്ടെന്ന് പറയുന്നത് എന്താണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? വൂൾ ഫാക്ട് അല്ലെങ്കിൽ ലിക്വിഡ് ലനോളിനെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലെ, അവിടെ ആഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇമൾസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷന്റെ ഇമൾസിഫിക്കേഷന് വേണ്ടിയിട്ടും, രണ്ടെന്താണ് അബ്സോർപ്ഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ആരെ അവിടെ ആഡ് ചെയ്യുന്നത്? ലിക്വിഡ് ലനോളിനോ അല്ലെങ്കിൽ വൂൾ ഫാറ്റിനെ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ലിക്വിഡ് ഫാറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ വിസ്കോസിറ്റി ഓഫ് ദ ബേസ്. അവിടെ എന്ത് ചെയ്യും? ആ ബേസിന്റെ വിസ്കോസിറ്റിയെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഈ ട്യൂബിന്റെ അകത്തുനിന്ന് നമ്മളൊന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഈ ലിക്വിഡ് പാരഫിൻ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പൊ അങ്ങനെ ആ വിസ്കോസിറ്റിയെ കുറച്ചാൽ മാത്രമാണ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ ഓയിൻമെന്റ് ആ ടിൻ ട്യൂബിൽ കൂടെ ഓയിൻമെന്റ് പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ അതിന്റെ വിസ്കോസിറ്റിയെ ആര് കുറയ്ക്കും? ലിക്വിഡ് പാരഫിൻ ആണ് അതിന്റെ വിസ്കോസിറ്റിയെ കുറയ്ക്കുന്നത്. ഓക്കെ, അത് ഒന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരെ ഹാർഡ് ഫോമിലിരിക്കാതെ ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു ഫോമിലിരിക്കാനും അത് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടിന്നിന് പുറത്തേക്ക് വരാനും ആരാണ് ഇവിടെ നമ്മളെ സഹായിക്കുന്നത്? ഈ ലിക്വിഡ് പാരഫിനാണ് നമ്മളിവിടെ സഹായിക്കുന്നത്. Okay, liquid paraffin help to reduce the viscosity of the base so that it can be easily expelled from the tube. അപ്പൊ അത് എന്ത് ചെയ്യും? ട്യൂബിന് പുറത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരും. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് നോക്കാം. The base should melt near to the body temperature. എങ്ങനെ വേണം? ഓയിൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? മെൽറ്റ് ആവണമല്ലേ? അത് അതേ സെമി സോളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഐ ഓയിൻമെന്റ് അപ്ലൈ ചെയ്തവർക്ക് അറിയാം. നമ്മളത് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? അത് അവിടെ നിന്ന് ഒന്ന് അലിഞ്ഞ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് ഒരു സൊല്യൂഷൻ ഫോമിലേക്ക് അല്ലേ, ഒരു സെമി അല്ലെങ്കിൽ ഒരു ഫുള്ളി സൊല്യൂഷൻ ആയിരിക്കും അത് അലിഞ്ഞ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് വരുമല്ലേ. അപ്പം ആ ഒരു ബോഡി ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവണം. മസ്റ്റ് ആയിട്ടും ഐ ഓയിൻമെന്റ്സ് എന്താവണം? നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവണം. ദ ബേസ് ഷുഡ് മെൽറ്റ് നിയർ ദ ബോഡി ടെമ്പറേച്ചർ സോ ആസ് ടു പെർമിറ്റ് ദ ഡിഫ്യൂഷൻ ഓഫ് ദ ഡ്രഗ്സ് ത്രൂ ദ ലാക്രിമൽ സെക്രീഷൻ ഓഫ് ദ ഐ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഐ ഓയിൻമെന്റ്സ് എന്ത് ചെയ്യണം? നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ മെൽറ്റായി നമ്മുടെ ലാക്രിമൽ സൊല്യൂഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് എത്തണം. The base should melt near to the body temperature so as to permit the diffusion of the drugs through the lacrimal secretion of the eye. എന്താണ്? നമ്മുടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലാക്രിമൽ സെക്രീഷനിലെല്ലാം എന്ത് ചെയ്യണം? ഡിഫ്യൂസ് ചെയ്യണം. Ophthalmic ointments are normally supplied in small sterilized collapsible metal tubes. എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ ചെറിയ ട്യൂബുകളായിരിക്കും കോമൺലി കാണുന്നത്. ചെറിയ ഐ ഓയിൻമെന്റ്സ് എല്ലാം എന്താണ്? ഒരു ചെറിയ നമുക്കറിയാം കൂടുതലായിട്ട് നിയോസ്പോറിന്റെ ഐ ഓയിൻമെന്റ്സ് എന്ന് പറയുന്ന ചെറിയൊരു ട്യൂബുകളിലായിരിക്കും വരുന്നത്. അപ്പം അതെന്തായിരിക്കണം? ഒഫ്താൽമിക് ഓയിൻമെന്റ്സ് ആർ നോർമലി സപ്ലൈഡ് ഇൻ സ്മാൾ സ്റ്റെറിലൈസ്ഡ് collapsible metal tubes ആണ്. The content of such container limited not more than 5 gram of the preparations. എന്താണ്? നോട്ട് കഴിയുന്നതും ഈ 5 ഗ്രാമിന് മുകളിലാവാൻ പാടില്ല എന്നാണ്. കഴിയുന്നതും ഒക്കെ മിക്കതും എന്ത് ചെയ്യണം? ഈ 5 ഗ്രാമിനുള്ളിൽ തന്നെ ആയിരിക്കണം കേട്ടോ.
This contents of such container is limited to not more than 5 gram of the preparations. അവിടെ എന്താണ് ഈ preparations എന്താവാൻ പാടില്ല, 5 ഗ്രാമിന് മുകളിലേക്ക് പോവാൻ പാടില്ല എന്നാ പറയുന്നത്. പിന്നെ അടുത്തത് നോക്കാം, ഒഫ്താൽമിക് ജെല്ല്. They can cause blurring of visions and hence administered at the bed time. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് ഈ ഒഫ്താൽമിക് ജെല്ല് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിനുള്ളിൽ ഒരു പാട കണക്ക് തോന്നും, അല്ലെ ഒരു തിക്ക് ഫോം ഫീൽ ചെയ്യും. കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട്, കുറച്ച് പാടായിരിക്കും, ഒരു വലിയൊരു പാട വന്ന് വീണതുപോലെ തോന്നും. അതുകൊണ്ട് അത് കൂടുതൽ നമ്മൾ ഏത് സമയമാണ് പറയുന്നത്, ബെഡ് ടൈമാണ് പറയുന്നത്. ഒഫ്താൽമിക് ജെല്ല് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഏത് സമയത്തായിരിക്കും, ബെഡ് ടൈമിലായിരിക്കും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ജെൽ ഫോമിങ് സൊല്യൂഷൻസ് എന്താണ്, നമ്മൾ ഈ ചില ജെൽസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് ഫോമിലായിട്ട് മാറും, അത് ജെൽ ഫോം ആയിരിക്കും. അപ്ലൈ ചെയ്ത ശേഷം അത് ആരായി മാറും, സൊല്യൂഷൻ ഫോമിലേക്ക് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസിറ്റു ജെൽസ് എന്ന് പറയുന്നത്. ഒഫ്താൽമിക് സൊല്യൂഷൻസ് യൂഷ്വലി വാട്ടർ ബേസ്ഡ്. ഇവിടെ എന്തായിരിക്കും, സൊല്യൂഷൻസ് എന്തായിരിക്കും, വാട്ടർ ബേസ്ഡ് ആയിരിക്കും, അല്ലെ. അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വാട്ടർ ബേസ്ഡ് ആയിരിക്കും. ലോ വിസ്കോസിറ്റി ആയിരിക്കും, ലോ വിസ്കോസിറ്റി ലിക്വിഡ് ആണ് ഇൻ ദ കണ്ടെയ്നർ ബട്ട് ജെൽ ഓൺ ദ കോണ്ടാക്ട് വിത്ത് ദ ടിയർ ഫ്ലൂയിഡ്സ്. എന്ത് ചെയ്യും, അത് ആ കണ്ടെയ്നറിനുള്ളിൽ അത് എന്ത് ഫോമിലായിരിക്കും, ജെൽ ഫോമിലായിരിക്കും. അത് ഒഴിച്ച ശേഷം നമ്മുടെ കണ്ണിനുള്ളിലെ ടിയർ ഫ്ലൂയിഡും അല്ലെങ്കിൽ ലാക്രിമൽ സെക്രീഷനുമായിട്ട് ചേർന്നിട്ട് അത് എന്തായിട്ട് മാറും, സൊല്യൂഷൻ ഫോമിലായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഇൻസിറ്റു ജെൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻക്രീസ് കോണ്ടാക്ട് ടൈം ആൻഡ് പ്രൊവൈഡ് ഇൻക്രീസ്ഡ് ഡ്രഗ് അബ്സോർഷൻസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു ഫോമിലേക്ക് മാറുന്നതെന്ന് പറയുന്നത്, അതെന്ത് ചെയ്യും, ഇൻക്രീസ് കോണ്ടാക്ട് ടൈം, അതിന്റെ നമ്മുടെ കണ്ണുമായിട്ടുള്ള കോണ്ടാക്ട് ടൈം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻക്രീസിങ് ഡ്രഗ് അബ്സോർഷൻസ്, ഇൻക്രീസ് ചെയ്യും. എന്തിനെ, ഡ്രഗിന്റെ അബ്സോർഷനെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനെയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഈ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ജെല്ലിനെ സൊല്യൂഷൻ ഫോമിലേക്ക് മാറ്റി എടുക്കുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അബ്സോർഷൻ ഇൻക്രീസ് ചെയ്യും, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഇൻക്രീസ് ചെയ്യും, കോണ്ടാക്ട് ടൈം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദ ലിക്വിഡ് ടു ജെൽ ഫേസ് ട്രാൻസാക്ഷൻ ഒക്കർ ബൈ ദ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, pH, അയോണിക് സ്ട്രെങ്ത് ഓർ പ്രസൻസ് ഓഫ് ടിയർ പ്രൊഡക്ഷൻസ്. അപ്പൊ അത് എങ്ങനെയാണ് ജെല്ല് സൊല്യൂഷനായി മാറുന്നതെന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തിന്റെയും കൂടെ സഹായത്തോട് കൂടിയിട്ടാണ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ ആവാം, അല്ലെങ്കിൽ pH ആവാം, അയോണിക് സ്ട്രെങ്ത് ഓർ പ്രസൻസ് ഓഫ് ടിയർ പ്രോട്ടീൻസ്, നമ്മുടെ കണ്ണിനീരിലുള്ള എന്തിൻ്റെങ്കിലും പ്രോട്ടീൻസിന്റെ പ്രസൻസിലോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ പ്രസൻസിലോ, അല്ലെങ്കിൽ pHന്റെ പ്രസൻസിലോ ആണ് എന്താവുന്നത്, നമ്മുടെ ജെല്ലെന്ന് പറയുന്നത് ഏത് ഇതിലേക്ക് മാറുന്നത്, നമ്മുടെ സൊല്യൂഷൻ ഫോമിലേക്ക് മാറുന്നത്. എന്തിന്റെ പ്രസൻസിലാണെന്നാ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, pH, അയോണിക് സ്ട്രെങ്ത് ഓർ പ്രസൻസ് ഓഫ് ടിയർ പ്രോട്ടീൻസ്, നമ്മുടെ കണ്ണീരിലുള്ള ടിയർ പ്രോട്ടീൻസിന്റെ പ്രസൻസിൽ, അതല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ പ്രസൻസിലാണ് എന്താണ്, നമ്മുടെ ജെല്ല് ഏതാണ് ആ ഫേസ് ട്രാൻസിഷൻ, ആ ജെൽ ഫോമിൽ നിന്നും സൊല്യൂഷൻ ഫോമിലേക്ക് മാറുന്നത് ഇവയുടെ പ്രസൻസിലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, pH, അയോണിക് സ്ട്രെങ്ത് ഓർ പ്രസൻസ് ഓഫ് ടിയർ പ്രോട്ടീൻസ്, ഇതിന്റെയൊക്കെ പ്രസൻസിലാണ് എന്താവുന്നത്, ജെല്ല് സൊല്യൂഷനായി മാറുന്നത്. ജെൽ ഫോമിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ജെൽ ഫോമിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത് ജലാൻഗം, അതുപോലെ തന്നെ ആൽജിനിക് ആസിഡ്. ജലാൻഗമും ആൽജിനിക് ആസിഡും ആണ് ജെൽ ഫോമിംഗ് പോളിമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്, ജലാൻഗം അതുപോലെ തന്നെ ആൽജിനിക് ആസിഡും ആണ് എന്താണ്, ജെൽ ഫോമിംഗ് പോളിമേഴ്സ്. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ട്സ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് തൊട്ട് അടുത്ത ക്ലാസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.